കൊച്ചിയിലെ വൈഗ കൊലക്കേസിൽ വിധി ഇന്ന് 13 വയസ്സായ വൈഗയെ ശീതളപാനീയത്തിൽ മദ്യം നൽകി അബോധാവസ്ഥയിലാക്കി അച്ഛൻ സനുമോഹൻ മുട്ടാർപ്പുഴയിലെറിഞ്ഞെന്നാണ് കേസ്. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകൾക്ക് പുറമെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടും പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് റിനു ശ്രീധർ ഉണ്ട് വിവരങ്ങളുമായി. റിനു, ഗുഡ് മോർണിംഗ്. കേരള മനസാക്ഷിയെ പിടിച്ചുലച്ച ഒരു വാർത്ത തന്നെയായിരുന്നു 2 വർഷം മുൻപ് നടന്ന ഈ ഒരു കൊലപാതകമെന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഈ കേസിൽ വിധി വരുമ്പോൾ നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം? 2021 മാർച്ചിലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഇന്ന് 11 മണിയോടുകൂടി 2 വർഷത്തെ വിചാരണയ്ക്ക് ശേഷം വിധി വരുന്നു എന്നുള്ളതാണ്. നമുക്ക് ആലുവ കേസിലെ വിധി പറഞ്ഞ അതേ ജസ്റ്റിസ് തന്നെയാണ്, ജഡ്ജി തന്നെയാണ് ഈ കേസിന്റെയും വിധി പറയുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. 2021 മാർച്ചിൽ വൈഗയെയും അച്ഛൻ സനുമോഹനെയും കാണാനില്ല എന്നുള്ളൊരു പരാതി പോലീസിന് ലഭിക്കുന്നു. 2021 മാർച്ച് 22-ാം തീയതിയാണ് മുട്ടാർപ്പുഴയിൽ വൈഗയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ആലപ്പുഴയിലെ ഭാര്യ വീട്ടിൽ നിന്ന് ബന്ധുവീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് സനുമോഹൻ 13 വയസ്സുകാരിയായ മകളെയും കൊണ്ട് പോകുന്നത്. കാണാതായി എന്നുള്ള പരാതിയെ തുടർന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ ഈ മൃതദേഹം ലഭിക്കുന്നു. അതേസമയം ഈ മുട്ടാറിൽ തന്നെ അച്ഛനും വീണുപോയിട്ടുണ്ടാകാം, അകപ്പെട്ടു പോയിട്ടുണ്ടാകാം എന്നുള്ള നിഗമനത്തിലായിരുന്നു ആദ്യം പോലീസ്. തുടർന്ന് 2 ദിവസത്തോളം ഈ പുഴയിൽ തന്നെ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ, നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തെരച്ചിൽ നടക്കുന്നു. അതിനുശേഷമാണ് പോലീസിനൊരു സംശയമുണ്ടാകുന്നത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഈ സനുമോഹന്റെ ലഭിക്കുന്നു. അദ്ദേഹം വാഹനങ്ങൾ ഉൾപ്പെടെ വിറ്റതിനു ശേഷം ആഡംബര ജീവിതം നയിക്കുന്നു എന്നുള്ള, കറങ്ങി നടക്കുന്നു എന്നുള്ള ഒരു വിവരം പോലീസിന് ലഭിക്കുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് കർണാടകയിലെ കാർവാറിൽ വെച്ച് ഇദ്ദേഹത്തെ പിടികൂടുന്നത്. തുടർന്ന് ഏകദേശം 100 ദിവസത്തിനകം തന്നെ കുറ്റപത്രം നൽകുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. 1200 പേജുള്ള കുറ്റപത്രം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു അന്വേഷണ മികവ് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് തന്നെ നമുക്ക് ഈ കേസിൽ പറയാം. 300 പേരുടെ സാക്ഷിമൊഴികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്തിട്ടുള്ളത്. 97 പേരെ പ്രോസിക്യൂഷൻ വിസ്തരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിചാരണ വേളയിൽ അതിവൈകാരികമായി കോടതി മുറിയിൽ സനുമോഹൻ തന്റെ മകളെ കൊലപ്പെടുത്തിയെന്നും പറയപ്പെടുന്നു. അതായത് തന്റെ ഫ്ളാറ്റിലെത്തിച്ച് കഴുത്തു ഞെരിച്ച് കൊന്നതിനു ശേഷം ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ് മുട്ടാർപ്പുഴയിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി ലഭിച്ച വിവരം എന്ന് പറയുന്നത്. ഈ കഴുത്തു ഞെരിക്കുമ്പോൾ വൈഗ കൊല്ലപ്പെട്ടിരുന്നില്ല, അല്ലെങ്കിൽ മരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഈ മുട്ടാർപ്പുഴയിലേക്ക് എറിഞ്ഞതിനു ശേഷം വെള്ളം കുടിച്ചാണ്, ശ്വാസം മുട്ടിയാണ് മരിച്ചത് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നത്. ഇതെല്ലാം തന്നെ കൃത്യമായി തന്നെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയൊരു വിധി, കേരളം കാത്തിരുന്ന വിധി തന്നെ. സ്വന്തം മകളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു അച്ഛനെതിരെയുള്ള വിധി എന്ന് പറയുന്നത്. ഈ കൊലപാതകത്തിന് കാരണമായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നതും ഈ സനുമോഹൻ നൽകിയിരിക്കുന്ന മൊഴി തനിക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ മറ്റൊരു സംസ്ഥാനത്തിൽ ഒരു സാമ്പത്തിക കുറ്റകൃത്യത്തിന് ഈ കേസിന് അറസ്റ്റ് ചെയ്തതിനു ശേഷം പ്രത്യേക അനുമതി വാങ്ങിച്ചൊരു വിധിയും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായും 4 സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകൾ ശേഖരിക്കുന്നത്. ബീഹാറിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഫോൺ ഉൾപ്പെടെ കണ്ടെത്തുന്നത്. റിനു സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യവ്യാപകമായിട്ട് ഒരു തെളിവെടുപ്പ് നടന്ന അപൂർവം ചില കൊലക്കേസുകളിൽ ഒന്നാണ് ഇത് എന്ന് പറയുന്നത്, വൈഗ കൊലക്കേസ് എന്ന് പറയുന്നത്. ഇവിടെ പ്രതി സനുമോഹൻ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് വിധി വന്നു കഴിഞ്ഞാൽ, കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ശിക്ഷാവിധിയും ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ റിനു? സാധാരണഗതിയിൽ ശിക്ഷാവിധി ഇന്നിപ്പോ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുക മാത്രമായിരിക്കും ചെയ്യുന്നത്, പിന്നീടായിരിക്കും ശിക്ഷ വിധിക്കുന്നത്. ചില സാഹചര്യത്തിൽ ഇന്ന് തന്നെ ആ ദിവസം തന്നെ ശിക്ഷ വിധിക്കാനും സാധ്യതയുണ്ട്. അത് 11 മണിയോടുകൂടി മാത്രമേ നമുക്ക് കൃത്യമായി അറിയാൻ കഴിയൂ. എന്തായാലും പ്രോസിക്യൂഷൻ ഉൾപ്പെടെ പറയുന്നത് ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് കോടതി കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വധശിക്ഷ ഉൾപ്പെടെയുള്ള ശിക്ഷകളിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഒരു സംശയമായി നിൽക്കുന്നത്. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ, ജീവപര്യന്തത്തിനപ്പുറം
ജീവിതകാലം മുഴുവൻ ഒരു ജയിൽ ശിക്ഷ നൽകിക്കൊണ്ട് സനു മോഹനെ ജയിലിൽ തന്നെ ഇടാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് നിയമവിദഗ്ധരൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. എന്തായാലും സ്വന്തം മകളെ കടബാധ്യതയുടെ പേരിൽ, അതായത് ഈ സനു മോഹനും ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചത് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പോലീസിന് ലഭിച്ച മൊഴി. പക്ഷേ ഒരു സംശയമുണ്ടായി. കാർ ഉൾപ്പെടെ വിറ്റുകൊണ്ട് അദ്ദേഹം ആഡംബര ജീവിതം നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഒരു തെളിവെടുപ്പ് പോലും നടന്നത്. ബീഹാറിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ ഫോൺ കണ്ടെത്തുന്നു, മഹാരാഷ്ട്രയിൽ നിന്ന് വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ കണ്ടെത്തുന്നു. ഇങ്ങനെ 4 സംസ്ഥാനങ്ങളിൽ വലിയ വിപുലമായിട്ടുള്ള ഒരു തെളിവ് ശേഖരണവും അന്വേഷണ മികവും പോലീസ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും മണിക്കൂറുകൾക്കകം തന്നെ സ്വന്തം മകളെ കൊന്ന അച്ഛനെതിരെയുള്ള ഒരു വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ശരി, 11 മണിക്കാണ് ഈ കേസ് കോടതിയുടെ പരിഗണനയിൽ എടുക്കുന്നത്. എന്തായാലും ഒരു കുറ്റക്കാരനാണ് എന്നുള്ള വിധി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം